ഹലോ ഗൈസ്, രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു പണി കിട്ടി ഗൈസ്. വീടിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ 5-6 ദിവസമായി പറയുന്നത്. ഞാൻ വലിയ മൈൻഡ് കൊടുക്കാൻ പോയില്ല. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അമ്മ തന്നെ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ കൂടിയേക്കാം, എന്തായാലും അമ്മ തുടങ്ങി വെച്ച് അത് തീർത്തേക്ക് ക്ലീൻ ആക്കിയേക്കാന്ന് ഓർത്ത് അങ്ങനെ പണി തുടങ്ങി ഗൈസ്. ചെറിയ പണിയൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളുടെ സൈഡിലൊരു മതിലുണ്ടായിരുന്നു. ആ മതിൽ പൊളിച്ചപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൂടുതൽ അവിടെ കിടക്കാം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റാതെ അവിടെ മൊത്തം അലമ്പായി കിടക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് എവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം, നമുക്ക് ഇവിടെ ഉള്ള ചെടിയൊക്കെ വെച്ച് നടുപ്പ് പിടിപ്പിക്കാമെന്ന് ഓർത്ത് പിന്നെ ഒന്നും നോക്കിയില്ല, ക്ലീൻ ആക്കാൻ തുടങ്ങി. പിന്നെ അവിടെ കിടന്ന കല്ലൊക്കെ ഉരുട്ടി മാറ്റി. ഞാൻ കല്ലുരുട്ടി മാറ്റിയപ്പോൾ അനിയത്തി പറഞ്ഞ് ഇങ്ങോട്ട് മാറിയേട്ടാ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ആയിക്കോട്ടെ. ഒരു കല്ലുരുട്ടി മാറ്റിയപ്പോഴേ അവർക്ക് ആ മുഖം കൊണ്ട് പറയും. പിന്നെ ബാക്കിയുള്ള കല്ലൊക്കെ ഞാൻ തന്നെ ഉരുട്ടി മാറ്റി. അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനിയത്തി വെള്ളമൊക്കെ അലക്കൊണ്ട് അങ്ങനത്തെ ചൂടല്ലേ കാശ് പുറത്ത്. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് പണി കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്തു. എന്തായാലും തുടങ്ങി വെച്ചല്ല, തീർത്തേക്കാന്ന് ഓർത്തു. അങ്ങനെ പണി കണ്ടിന്യൂ ചെയ്ത് അത്യാവശ്യം അവിടെ ഒതുക്കി. ഇതാണിപ്പോൾ അവിടുത്തെ കണ്ടീഷൻ. ഏകദേശം ഒതുങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ കുറച്ച് ചെടിയൊക്കെ വെക്കാൻ നോക്കും. അത് കഴിഞ്ഞ് നേരെ കയ്യും കാലൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ നോക്കും. കുറച്ച് സാധനം മേടിക്കാൻ പോകുന്നു. അത് അതിനുവേണ്ടി വണ്ടി എടുത്തപ്പോൾ വണ്ടി അതിനൊക്കെ അടുത്ത പണി തന്നു ഗൈസ്. വണ്ടി പഞ്ചർ. ശുഭം. എന്ത് ചെയ്യാൻ, എന്തെങ്കിലും വള്ളി വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചല്ലേ വരുള്ളൂ അല്ലെങ്കിലും. പിന്നെ അവിടെ നേരെ വണ്ടി തള്ളിക്കൊണ്ട് നേരെ പഞ്ചർ ഒട്ടിക്കാൻ ചെന്നു. പഞ്ചർ ഒട്ടിക്കാൻ ചെന്നപ്പോൾ പുള്ളി പറയാം എടാ ട്യൂബ് കീറിയിട്ടുണ്ട്, അതിൻ്റെ അകത്തൊരു ആണി ഇരിപ്പുണ്ടെന്ന്. ആണി കാരണം ട്യൂബ് മൊത്തം കീറി. പണി ഇരട്ടി. ഞാനവിടുത്ത് 150 രൂപ പരിപാടി തരുന്നു. പുള്ളി പറയാം ട്യൂബ് പുതിയിടണം, അല്ലാണ്ട് പറ്റില്ല, ആ ട്യൂബ് മൊത്തം കീറിപ്പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അതിനേക്കാളും വലിയ ചർച്ച അങ്ങനെ ഏതൊക്കെയൊക്കെ സിനിമ ഉണ്ട് അതിൻ്റെയൊക്കെ കഥയൊക്കെ കൂട്ടിയെടുത്ത് അവിടെ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുക. അവൻ്റെ അപ്പോൾ തള്ളുകളൊക്കെ കേട്ട് ഞാനും ഇവിടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള